കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മാർഗ്ഗമാണ്. ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇതാണ്. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് പള്ളിയിൽ വന്നില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. മുത്തനബി മറ്റൊരിക്കൽ ചോദിച്ചു, ഇന്ന് ജുമാക്ക് കണ്ടില്ലല്ലോ മുആദ് ബിൻ ജബലിനെ. അപ്പോൾ സ്വഹാബത്ത് മറുപടി പറഞ്ഞു, ഞാൻ ഒരു ജൂതന് സ്വർണം കടം കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ജുമാക്ക് അണിഞ്ഞൊരുങ്ങി ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹം എന്നെ തടഞ്ഞു നിർത്തി, അതുകൊണ്ട് എനിക്ക് വരാൻ സാധിച്ചില്ല എന്ന് വേദനയോടെ പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി മലയോളം നിനക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിൽ, കടം വീട്ടാനുണ്ടെങ്കിലും സൂറത്തു ആൽ ഇമ്രാൻ, പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്ത് എന്ന് പറയുന്ന സൂറത്തുൽ ഫാത്തിഹ, 2 സൂറത്തുൽ ബഖറ, 3 സൂറത്തു ആൽ ഇമ്രാൻ, ഈ സൂറത്തിലെ 26, 27 ആയത്തുകൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി എന്ന് തുടങ്ങുന്ന ഈ 2 ആയത്തുകൾ നിത്യമായിട്ട് ഒരാൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അവൻ എത്ര കടങ്ങളുണ്ടെങ്കിലും, മല പോലുള്ള സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും അത് വീട്ടപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും പിന്നീട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ എല്ലാ കടങ്ങളും നിമിഷം കൊണ്ട് മാറുകയും വലിയ സമ്പന്നതയിലേക്ക് സ്വഹാബത്ത് മാറുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നുണ്ട്. നമുക്ക് ആ പാത തുടരാവുന്നതാണ്. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ.